ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, ഹെൽത്ത് കുറച്ച് പ്രോബ്ലമായിട്ട് ഇരുന്നത് കൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. ഇപ്പം ഓക്കെ ആയിട്ട് വരുന്നു. അന്നേരം വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. അതുപോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കുകയാണ് കുറച്ച് കാലത്തേക്ക്. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? അപ്പം ഞാൻ അന്നൊരു ക്രീമിൻ്റെ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറച്ച് ഹെൽത്ത് പരമായിട്ട് കുറച്ച് പ്രശ്നത്തിലായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. ഇപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ പരസ്യങ്ങൾ കണ്ട് ഒരു സാധനവും മേടിക്കാതിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക. കാരണം എല്ലാം ചുമ്മാതെ ആൾക്കാർ കാശ് കൊടുത്തിട്ട് ആ ക്രീം നല്ലതാണ്, ഇത് നല്ലതാണ്, ഈ ടാബ്ലറ്റ് നല്ലതാണ്, അങ്ങനെ നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയും. കഴിവതും നമ്മളതൊന്നും മേടിച്ച് യൂസ് ചെയ്യാതെ നമ്മളുടെ ശരീരവും നമ്മളുടെ സ്കിന്നും നമ്മൾ എത്രത്തോളം നാച്ചുറലായിട്ടത് ചെയ്ത് സംരക്ഷിക്കാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ യൂസ് ചെയ്ത ക്രീമോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചോ ഒന്നും ഇപ്പം പറയാനുള്ളൊരു മൂഡിലും അല്ല. എനിക്കത് താല്പര്യവുമില്ല. കാരണം ഞാനത് ഒരു 14 ദിവസം യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഫേക്കാണെന്ന് മനസ്സിലായി. അതുപോലെ ഇത് കണക്ക് പല ആൾക്കാരും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും പെയ്ഡ് പ്രൊമോഷൻ കുറേ ചെയ്യുന്നുണ്ട്. പല ക്രീമുകളെ കുറിച്ചായാലും പല ടാബ്ലറ്റിനെ കുറിച്ചായാലും ഒക്കെ പലതും ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളാരും അതൊന്നും മേടിച്ച് യൂസ് ചെയ്യാതിരിക്കുക. അവർക്ക് അപ്പോഴത്തേക്ക് കിട്ടുന്ന കാശിന് വേണ്ടിയിട്ടാണ് അവർ ഇതിൻ്റെ പരസ്യം ചെയ്യുന്നതും. അല്ലാതെ അതിലൊന്നും ഒരു ജെന്യുവിനിറ്റി ആയിട്ടോ ഒന്നും ഫീൽ ഉള്ള ആൾക്കാരല്ല. പൈസയ്ക്ക് വേണ്ടി മാത്രം. കാരണം അവരത് ഈ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ വന്ന് ആൾക്കാരിങ്ങനെ പറയുമ്പോൾ വേറെയുള്ള ആൾക്കാരും പോയി അത് മേടിച്ച് അത് യൂസ് ചെയ്യും. ചിലവർക്ക് എന്താ പറയുക, മനസ്സിൻ്റെ ഒരു തൃപ്തിയാണ്. ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയി എന്നൊക്കെയുള്ളൊരു തൃപ്തി കിട്ടും. ചില ആൾക്കാർക്ക് അത് ഫസ്റ്റ് തുടങ്ങുമ്പോഴേ മനസ്സിലാവും ഇത് ഫേക്കാണെന്ന് മനസ്സിലാവും. നമ്മുടെ ക്യാഷ് നമ്മുടെ പോക്കറ്റിൽ മണി പോകുക എന്നത് മാത്രമാണ് അതിലൊരു വലിയൊരു ഇത് വെച്ചാൽ അവർക്ക് ലാഭം നമ്മളുടെ പോക്കറ്റിൽ പോകും. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പെയ്ഡ് പ്രൊമോഷൻ ചെയ്തു പല ക്രീമുകൾ ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ടുണ്ട്. ഒരാൾ തന്നെ പല പല ക്രീമുകളുടെയും റിവ്യൂ പറയുന്നതും ഞാനിത് യൂസ് ചെയ്തു, അങ്ങനെ നല്ലതായിരുന്നു, നോക്കൂ ഗൈസ് ഞാൻ നല്ല വെളുത്ത് പാറി, അങ്ങനെയായി ഇങ്ങനെയായി മറ്റേതായി മറിച്ചേതൊക്കെ പല ആൾക്കാരും ഇട്ടിരിക്കുന്നത് ഞാനും പൊതുവെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പം അതൊന്നും അല്ല എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതും പറയാനുള്ളതും. അതൊക്കെ ആ വഴിക്ക് അങ്ങനെ അങ്ങ് പോട്ട് കഴിവതും നമ്മളെ സംരക്ഷിക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്നിൻ്റെയും പുറകിൽ പോവാതെ നമ്മളുടെ കാര്യങ്ങൾ നോക്കുക, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക. കാരണം കഴിവതും ആൾക്കാർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, ഹോട്ടൽ ഫുഡുകളോ അങ്ങനെയുള്ളതൊന്നും മേടിച്ച് കഴിക്കാതിരിക്കുക. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തോ, നമ്മൾക്ക് ഇപ്പം ജോലിക്കാരെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ കഴിക്കുക. പുറത്തുനിന്നുള്ള അധികമുള്ള ഫുഡുകളൊന്നും കഴിക്കാതിരിക്കുക. കാരണം നമ്മുടെ ജീവിത സ്റ്റൈലിൽ നിന്നാണ് നമുക്ക് ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് വരുന്നത്. അങ്ങനെ ഒരു അനുഭവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം പൊതുവേ ഞാൻ വെള്ളം കുടിക്കാത്തൊരു വ്യക്തിയാണ്, ഉള്ളത് പറയാമല്ലോ. വെള്ളം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അലർജിയുള്ള ഒരാളാണ്. അതിനെ സംബന്ധിച്ച് പല അസുഖങ്ങളും എനിക്കുണ്ടായിട്ടുമുണ്ട്. ഞാൻ പല ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റിൽ എനിക്ക് ഒരു പ്രോബ്ലം കൂടെ എനിക്കുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഒരു 1 മന്ത് മെഡിസിൻ കഴിച്ച് അല്ലെങ്കിൽ 1 മന്ത് നമ്മൾ അത് ഭയങ്കര ശ്രദ്ധയോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മളത് വേറൊരു പ്രശ്നത്തിലൂടെ നമ്മൾ പോവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക, കഴിവതും നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നല്ല ലൈഫ് സ്റ്റൈൽ. കാരണം ജീവിതത്തിൽ ഞാൻ ഭയങ്കര ഉളപ്പായൊരു വ്യക്തിയായിരുന്നു. ഭയങ്കര കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫ് ഞാൻ ഒരു പ്രവാസിയായിരുന്നു. ആ ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ എനിക്കില്ലായിരുന്നു. എന്ത് കിട്ടിയാലും കഴിക്കും, ഇല്ലെങ്കിൽ എല്ലാം എന്താ പറയുക, പുറത്തെ ഫുഡിനെ ആശ്രയിച്ച് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ ദുബായിൽ വെച്ചിട്ട്. അന്നേരം അന്ന് കാണിച്ചതിൻ്റെയാണ് ഇന്നിപ്പം എനിക്ക് ചെറുതായിട്ടെങ്കിലും എൻ്റെ ശരീരത്തുണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്നെനിക്കത് ബോധ്യമുണ്ട്.
കാരണം അന്നേ ഞാനത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇപ്പം ഇങ്ങനൊരു പ്രശ്നത്തിലോ ഇങ്ങനൊരു ശാരീരികമായൊരു അസുഖത്തിലോ ഞാൻ ചെന്ന് പെടില്ലായിരുന്നെന്നും എനിക്ക് അത് ഉറപ്പാണ്. പക്ഷെ അന്ന് ഞാൻ അതൊന്നും കാര്യമാക്കി എടുത്തില്ല. കാരണം ചെറുപ്പകാലമാണ്, പുറത്തുള്ള ഭക്ഷണം കഴിക്കുക, അതൊക്കെ ആയിരുന്നു ലൈഫിൽ. പക്ഷെ നമ്മൾ ഏജായി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ മാറുമല്ലോ. അന്നേരം അതുപോലെ ഓരോ ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിലും വരും, മാറും, മാറ്റങ്ങൾ വരും. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ. അതൊക്കെ അങ്ങ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏത് അസുഖവും മാറാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും നമ്മുടെ ചുറ്റിരിക്കാൻ മാത്രമേ പറ്റൂ. നമ്മളാണ് മുന്നോട്ട് ജീവിക്കേണ്ടതും സമയമാകുമ്പോൾ ദൈവം നമ്മളെ കൊണ്ടുപോകേണ്ടതും നമ്മൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് കഴിവതും എല്ലാവരും പുറത്തുള്ള ഭക്ഷണങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയാണ്, കഴിവതും പുറത്തുള്ള ആഹാരങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഉള്ളത് കഞ്ഞിയാണോ അത് കഴിക്കുക. പിന്നെ സമയത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് മസ്റ്റാണ് നമ്മുടെ ലൈഫിൽ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ എന്താ പറയുക, പൊതുവേ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് കൂടുതലും കഴിക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഭക്ഷണത്തിൽ നിന്ന് എന്തോ ഒരു ഉണ്ടായി. അത് കുറച്ച് കാലം അതിൻ്റെ എന്താ പറയുക, ഒരു ജീവിത ലൈഫൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ബാക്കപ്പിലോട്ട് വീണ്ടും പഴയതുപോലെ തിരിച്ച് വരാൻ പറ്റും എന്ന് വെച്ചാൽ ആവശ്യം അങ്ങനെയൊന്നുമല്ല. ആ ഒരു രീതിയിൽ നമ്മൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന തുടക്കത്തിൽ നിന്ന് നമ്മൾക്ക് വീണ്ടും സെക്കൻഡ് സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ തേർഡിലോട്ടോ പോവാത്ത രീതിയിൽ നമ്മൾക്ക് റിക്കവർ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയൊരു ഭീകര അസുഖങ്ങളോ ഒന്നുമല്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ചെറിയൊരു പ്രശ്നമാണ്, ചെറിയതായിട്ടൊരു കരൾ വീക്കം, അത്രയേ ഉള്ളൂ. അത് പൊതുവേ നമ്മൾക്ക് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അത് എന്താ പറയുക, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നോ നമുക്കുണ്ടായതായിരിക്കാം. ഞാൻ അങ്ങനെ കൂടുതൽ ഫാറ്റായിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കുന്നൊരു വ്യക്തി പോലും അല്ല. കഴിവതും ഞാൻ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് പോലും എനിക്ക് അങ്ങോട്ട് അസുഖം, ചെറുതായിട്ടൊരു കരൾ വീക്കം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു ഇതാണ്. അത് ഓക്കെ, അതൊക്കെ മാറും. എനിക്ക് ഉറപ്പുണ്ട്. ഡോക്ടർ പറഞ്ഞ് ചെറുതായിട്ടൊന്നും നമ്മൾ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. വലുതായിട്ടൊന്നുമല്ല, ചെറുതായ രീതിയിൽ സൂക്ഷിക്കുക. വെള്ളം കുടിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും ഞാൻ ഇപ്പോഴും വെള്ളം കുടിക്കാറില്ല. അതൊരു ബാഡ് ഹാബിറ്റ് തന്നെയാണ് എൻ്റെ. വെള്ളം കുടിക്കാൻ ഞാൻ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. നാരങ്ങ വെള്ളം, അതുപോലെ ഈ വെള്ളം തന്നെ തിളപ്പിച്ച് പല ഇതിലും ഞാൻ കഴിക്കാൻ. പക്ഷേ എനിക്കെന്തോ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എനിക്ക് വെള്ളം കുടിക്കാൻ ഇതുവരെയ്ക്കും അങ്ങോട്ട് പറ്റാറില്ല. അതിനെ സംബന്ധിച്ചുമായ പല പ്രശ്നങ്ങളും എനിക്കുണ്ട്. വെള്ളം കുടിക്കാത്തതിൽ സംബന്ധിച്ചുമായ യൂറിനിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും എനിക്കിപ്പോഴും ഉണ്ട്. ഇതെല്ലാം വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിനെക്കാട്ടി അതൊന്നും വരാതിരിക്കുക. നമ്മളെ തന്നെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അന്നേരം ക്രീമിൻ്റെ കാര്യം എടുത്തു പറയാണ്, ആരും ഒരു പരസ്യവും കണ്ട് മേടിച്ച് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഇപ്പം എൻ്റെ മുഖത്ത് കുറച്ച് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളും കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ ആയുർവേദ മരുന്നായിരുന്നു കഴിച്ചത്. പക്ഷേ ഇതിനിപ്പോൾ ഉടനെ ഒരു ആയുർവേദ മരുന്ന് കഴിച്ചാൽ അത് ശരിയാവില്ല എന്നതുകൊണ്ട് ഇപ്പം ഞങ്ങളത് ഇംഗ്ലീഷ് മെഡിസിനിലോട്ട് മാറി അത് കഴിച്ചു തുടങ്ങിയത് കൊണ്ടാണ്. കുറച്ച് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മെഡിസിൻ എടുക്കുന്നതിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും പ്രശ്നമല്ല. നമുക്ക് വീണ്ടും പഴയതുപോലെയൊക്കെ ആവാൻ പറ്റും. നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ ഏറ്റവും സന്തോഷം. അവിടെ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നല്ലത് വരട്ടെ. കഴിവതും ഇങ്ങനെയുള്ള പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ പരസ്യങ്ങൾ കണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുക. ക്രീമിൻ്റെ പരസ്യം എനിക്ക് അപ്പോൾ നിങ്ങളോട് കാണിക്കണമെന്നുണ്ട്, പക്ഷെ വേണ്ട, എന്തിനാണ് നമ്മൾ ചുമ്മാതെ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാണ്, നമ്മൾ ഈ കാണുന്ന പരസ്യങ്ങളെല്ലാം ഫേക്കാണ്. ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്ത് അവർ നമ്മളത് കള്ളങ്ങളാണ് പറയുന്ന മൊത്തം. അതെപ്പോഴും നിങ്ങളെല്ലാവരും വിശ്വസിക്കുക. അല്ലാതെ ഇവർ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തോ അല്ല അങ്ങനെ ഉപയോഗിച്ചോ ഒന്നും പരിചയം ഉണ്ടായിട്ടല്ല. 1-2 ദിവസം അത് യൂസ് ചെയ്തിട്ട് അത് വന്നിരുന്ന് അപ്പോഴായിരിക്കും യൂസ് ചെയ്തത്. വന്നിരുന്ന് വീഡിയോ ചെയ്ത് ചുമ്മാ പൈസ പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു മെയിൻ കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും ഈ ഫേസ്ബുക്കിലും അതെനിക്ക് യൂട്യൂബിലും ഉണ്ട്.
അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ഫേക്ക് പ്രൊമോഷൻ കൊടുത്ത് അത് മോശമാണ്. കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏത് കമ്പനിയും പൊക്കി പറഞ്ഞ് പൈസ ഉണ്ടാക്കി അവരപ്പോൾ കൊടുക്കുന്ന പ്രൊമോഷൻ പൈസ മേടിച്ച് പോക്കറ്റിലിട്ട് സൂക്ഷിക്കുന്നതാണ് ഇപ്പോഴുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര മോശത്തരമാണ്. പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.